ഒരു തൊലി ചുവപ്പ് നൂലുകൊണ്ട് ഭദ്രമായി കെട്ടിയിരിക്കുന്നു. കൂടെ ചാരപ്പൊടി നിറച്ചൊരു പായ്ക്കറ്റും താളോലയിൽ എഴുതിയൊരു ശ്ലോകം. നിഴൽ വീണ്ടും വരുമ്പോൾ തൊലി അഗ്നിയിലാകണം, അല്ലെങ്കിൽ അത് നിന്നെ ധരിക്കും. ആ വാതിലിൽ വീണ്ടും ഒരു ഉച്ചത്തിലുള്ള അടികൾ. ഇത്തവണ രാഘവന്റെ ശരീരം വിറച്ചുപോയി. സമയം കളയാതെ അവൻ ആ തൊലി കേരസീൻ വിളക്കിന്റെ നാളത്തിലേക്ക് വെച്ചു കത്തിച്ചു. അത് കത്തിയെരിഞ്ഞപ്പോൾ ഒരു കുരുത്തനാദം. കാതുകൾ തറയ്ക്കുന്ന പോലെ, ചെവിക്കല്ലുകൾ പൊട്ടുന്ന പോലെ ഒരു നിലവിളി ആ രാത്രിയിൽ ആ ഗ്രാമത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ഒരു രൂപം പിൻവാങ്ങുന്നതുപോലെ. പതിയെ പതിയെ. പിന്നീട് കേട്ടത് നിശബ്ദത മാത്രം. പിറ്റേന്ന് രാവിലെ ഗ്രാമവാസികൾ രാഘവനെ അന്വേഷിച്ച് വീട്ടിലെത്തി. അയാളെ കണ്ടെത്തിയത് വീടിനു മുന്നിലെ തണുത്ത മണ്ണിൽ കണ്ണുകൾ തുറന്ന് ജീവനില്ലാതെ കിടക്കുന്ന നിലയിലാണ്. അവന്റെ വായിൽ ചാരപ്പൊടി നിറച്ചിരുന്നു. അവന്റെ ഭയന്നുവിറച്ച മുഖത്ത് അവസാനമായി കണ്ട ഭീകരതയുടെ നിഴൽ തങ്ങിനിന്നു. ഭിത്തിയിൽ രക്തം കൊണ്ട് ആരോ എഴുതിയിരിക്കുന്നു: ഓടിയൻ മരിക്കില്ല.